ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട ഭൂമി കുംഭകോണത്തിന്റെ കൂടുതൽ രേഖകൾ കൈരളി ന്യൂസിന്. കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിനോട് BPL ആവശ്യപ്പെട്ടത് 500 ഏക്കർ ഭൂമിയാണ്. 500 ഏക്കർ ഭൂമി ആവശ്യപ്പെട്ട് നൽകിയ കത്ത് കൈരളി ന്യൂസിന്. ആവശ്യപ്പെട്ടത് 500 ഏക്കർ ഭൂമിയാണ്. അന്നത്തെ ഉന്നതതല യോഗത്തിൽ 175 ഏക്കർ ഭൂമി BPL കമ്പനിക്ക് അനുവദിക്കാൻ തീരുമാനമായി. ഇതിന്റെ രേഖകളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അന്ന് അനുവദിച്ച ഭൂമിക്ക് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കണക്കാക്കിയ തുക 6,51,56,700 രൂപയാണ്. BPL കമ്പനിക്ക് ഇതേ ഭൂമി നൽകുന്നത് 6,45,00,000 രൂപയ്ക്ക്. പാട്ടത്തിന് നൽകിയ ഈ ഭൂമിയാണ് പിന്നീട് BPL കമ്പനി മറിച്ചുവിറ്റത്. മാരുതി സുസുക്കി, ജിൻഡൽ ഗ്രൂപ്പ്, BOC ഇന്ത്യ ലിമിറ്റഡ് എന്നീ കമ്പനികൾക്ക് ഭൂമി മറിച്ചുവിറ്റതിന്റെ രേഖകളും കൈരളി ന്യൂസിന് ലഭിച്ചു. 2011 87 ഏക്കർ ഭൂമി മാരുതി സുസുക്കിക്ക് മറിച്ചുവിറ്റത് 275 കോടി രൂപയ്ക്ക്. BOC ഇന്ത്യ ലിമിറ്റഡിന് 3 ഏക്കർ ഭൂമി വിറ്റത് 4 കോടി രൂപയ്ക്ക്. ജിൻഡാൽ അലൂമിനിയം ഗ്രൂപ്പിന് 2011 25 ഏക്കർ ഭൂമി വിറ്റത് 33,50,00,000 രൂപയ്ക്ക്. കമ്പനികളുമായി നടത്തിയ എഗ്രിമെന്റിന്റെ പകർപ്പും കൈരളി ന്യൂസിന് ലഭിച്ചു. അതേസമയം ലോകായുക്തയ്ക്ക് മുന്നിൽ വിഷയത്തിൽ പരാതിയുണ്ടെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയിട്ടുമില്ല. 60 കർഷകരിൽ നിന്നായിരുന്നു തുച്ഛമായ വിലയ്ക്ക് ഭൂമി സമാഹരിച്ച് BPL ഗ്രൂപ്പിന് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് നൽകിയത്. കൈരളി ന്യൂസ്, ദില്ലി.